കമ്മ്യൂണിറ്റിയുടെ ഇടയിലെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിന് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതിന് അല്ലെ. മാൻ ഈസ് ബോൺ എ മോറൽ ആൻഡ് സോഷ്യൽ അല്ലെ. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു സാമൂഹിക ജീവിയായിട്ടും അയാൾക്ക് കുറെ മൊറാലിറ്റിയും അല്ലെങ്കിൽ മോറൽ. ഹായ് ഹലോ നമസ്കാരം, ഐ എം ഡോക്ടർ അനീഷ്. അപ്പൊ നിങ്ങൾ പ്രൊബേഷൻ ഓഫീസറിന്റെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചു തുടങ്ങിയ സമയമാണിത് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊബേഷൻ ഓഫീസറിന്റെ, അതായത് 2019 ഓൺലൈനായിട്ട് നടന്ന പ്രൊബേഷൻ ഓഫീസറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അത് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്: സോഷ്യോളജി, സോഷ്യൽ വർക്ക് ആൻഡ് ജനറൽ അല്ലെ. സോ അപ്പൊ ഇന്ന് നമ്മൾ സോഷ്യൽ വർക്കിന്റെ കുറച്ച് PYQ, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഡിസിപ്ലിൻ അല്ലാത്തവർക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാവാം. ഡോണ്ട് വറി, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് സോഷ്യൽ വർക്കിന്റെ ഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേജസ് ഓഫ് എറിക്സൺ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ് ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ. സോ അപ്പോ ഇത് സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ പഠിച്ചവർക്ക് അറിയാം. എന്താ, എറിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതില് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാം. ഓപ്ഷൻസ് നോക്കൂ. ഫീഡിലിറ്റി അല്ലെ. അപ്പൊ ഫീഡിലിറ്റി എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് നടക്കുന്നതാണ്? നമുക്കറിയാം, ഇറ്റ്സ് എൻ അഡോളസെന്റ് സ്റ്റേജിൽ അല്ലെ. അഡോളസെന്റ് എന്ന് പറയുന്നത് എത്ര? ഏകദേശം ഒരു 12 മുതൽ അല്ലെങ്കിൽ 13 മുതൽ 18 വയസ്സ് വരെ നടക്കുന്നത്. ആ സമയത്താണോ ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എപ്പോഴാണ് നടക്കുന്നത്? നിങ്ങളുടെ എന്ത് പറയാ, സ്കൂൾ ഏജിലാണ് അല്ലെ. അതായത് സ്റ്റേജസ് പറയുമ്പോ ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന നമ്മളുടെ സ്കൂൾ ഏജിൽ, അതായത് നിങ്ങളൊരു 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മൾ ഈ പറയുന്ന കോമ്പിറ്റൻസ് നടക്കുന്നത്. പിന്നെന്താ, മൂന്നാമത്തെ ഓപ്ഷൻ ഹോപ്പ് അല്ലെ. ഹോപ്പ് എപ്പോഴാ വരുന്നത്? നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അല്ലെ, ഇന്റിമസി അല്ലെങ്കിൽ ഈ പറയുന്ന ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഏതാ? ഹോപ്പ് അല്ലെ, നിങ്ങളുടെ പ്രതീക്ഷകൾ. സോ ആൻഡ് പർപ്പസ്. പർപ്പസ് എവിടെയാ വരുന്നത്? നിങ്ങളുടെ ഒരു പ്ലേ ഏജിൽ, അതായത് നമ്മൾ ഈ പറയുന്ന എറിക്സന്റെ സ്റ്റേജ് വരപ്പോ ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ ഈ പർപ്പസ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ പറയുന്ന ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്ന എപ്പോഴാണ്? നമ്മൾ എപ്പോഴും അറിയാം, നിങ്ങളൊരു അഡോളസെന്റ് സമയത്താണ് നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്നത്. അപ്പൊ ഇതില് ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്ന സമയം ഏതാ? ഫീഡിലിറ്റി അല്ലെ. അപ്പൊ ആൻസർ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഫീഡിലിറ്റി എന്ന് പറയുന്നതാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ അഡോളസെന്റ് ഏജ്. അപ്പോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ. പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അവരുമായി സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്താന്ന് ആദ്യം അറിയണം അല്ലെ. അപ്പൊ എന്താ, സോഷ്യൽ വർക്കിന്റെ മെത്തേഡിനെ നമ്മൾ എങ്ങനെയാ രണ്ടായിട്ട് തിരിക്കും: പ്രൈമറി ആൻഡ് സെക്കൻഡറി അല്ലെ. എന്ന് വെച്ചാൽ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും, നേരിട്ടും അല്ലാതെ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയും ഒക്കെ നമ്മളൊരു പ്രശ്നത്തിനെ എന്ത് പറയാ അഭിമുഖീകരിക്കുകയും അല്ലെങ്കിൽ അതിന് ആൻസർ അല്ലെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അപ്പൊ പ്രൈമറി മെത്തേഡ് ഏതാ? സോഷ്യൽ കേസ് വർക്ക് ഈസ് എ പ്രൈമറി മെത്തേഡ്. എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ അല്ലെ. ഇൻഡിവിജ്വൽസിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ കേസ് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയും. രണ്ടാമത്തെ എന്താ? ദാറ്റ് ഈസ് ഗ്രൂപ്പ് വർക്ക് അല്ലെ. ദാറ്റ് ഈസ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ നമ്മൾ അവരുടെ കോമൺ പ്രശ്നത്തിനെ മനസ്സിലാക്കി ചെയ്യുന്നതിനെ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയും. മൂന്നാമത്തെ എന്താ? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മീൻസ് വർക്കിംഗ് വിത്ത്
എന്ത് പറയാ, കമ്മ്യൂണിറ്റി അല്ലെ. കമ്മ്യൂണിറ്റിയുടെ ഇടയിലെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിന്, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതിന് അല്ലെ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോ എന്ത് പറയാ, ദിസ് ആർ ദ 3 പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. അപ്പോ സോഷ്യൽ ആക്ഷൻ ഏതാ, ദാറ്റ് ഈസ് സെക്കൻഡറി മെത്തേഡ്. സോ അപ്പൊ നമ്മൾ പറയുന്ന ഇതില് പ്രൈമറി മെത്തേഡ് അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷൻ ഈസ് എ സെക്കൻഡറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, അതായത് ഇൻഡിവിജ്വലിനെ, ഗ്രൂപ്പിനെ, കമ്മ്യൂണിറ്റിയെ നേരിട്ട് ഇടപെട്ട് അവിടെ ഇന്റർവെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദീസ് ആർ ദ പ്രൈമറി മെത്തേഡ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ അസംഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് റിഗാർഡിങ് ഇറ്റ്. അല്ലെ, അതായത് സോഷ്യൽ വർക്കിന്റെ അസംഷനിലൂടെ നോക്കുമ്പോ താഴെ തന്നിരിക്കുന്നതിൽ ഫോൾസ് ആയിട്ടുള്ള കമന്റ്സ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എവരി ഹ്യൂമൻ ബീയിങ് ഹാസ് ഇൻഹെറിറ്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി. അല്ലെ, എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റിയും വേർത്തും ഉണ്ട് അല്ലെ. ദാറ്റ് ഈസ് എ അസംഷൻ ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ. അതാത് വ്യക്തികൾ അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഈ പറയുന്ന എന്ത് പറയാ, വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഉണ്ട്. സോ അപ്പോ അത് സോഷ്യൽ വർക്കിന്റെ ഒരു അസംഷൻ ആണ്. പിന്നെന്താ, മാൻ ഈസ് ബോൺ എ മോറൽ ആൻഡ് സോഷ്യൽ അല്ലെ. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു സാമൂഹിക ജീവിയായിട്ടും അയാൾക്ക് കുറെ മൊറാലിറ്റിയും അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. സോ അപ്പൊ ദാറ്റ് ഈസ് എ അസംഷൻ ഓഫ് സോഷ്യൽ വർക്ക്. അതും സോഷ്യൽ വർക്കിന്റെ ഒരു അസംഷൻ ആണ്. ദെൻ മൂന്നാമത്തെ നോക്കൂ. എവരി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യുണീക്ക്. നമ്മൾ എന്താ പഠിക്കുന്നത്, ഈ പറയുന്ന ഓരോ വ്യക്തികളും യുണീക്ക് ആണ് അല്ലെ. അതായത് എല്ലാവരും ഒരുപോലെയല്ല, അവരവരുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ പല രീതിയിൽ അതില് മാറ്റമുണ്ടാവാം. അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്, എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. ഇവിടെ നമ്മൾ എന്താ വന്നിരിക്കുന്നത്, നോട്ട് യുണീക്ക് അല്ലെ, അവര് യുണീക്ക് അല്ല എന്ന്. അപ്പൊ ഇത് സോഷ്യൽ വർക്കിന്റെ അസംഷൻ അല്ല. മൂന്നാമത്തെ നോക്കൂ. ചേഞ്ച് ഈസ് മോസ്റ്റ് ഡിസൈറബിൾ വെൻ ഇറ്റ് കം ഫ്രം വിത്തിൻ അല്ലെ. അതായത് മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ് അല്ലെ. നമ്മൾ അതിനുള്ളിൽ നിന്ന് മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും. അതും സോഷ്യൽ വർക്കിന്റെ ഒരു അസംഷൻ ആണ്. സോ അപ്പൊ ഏതാ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോഷ്യൽ വർക്കിന്റെ അസംഷൻ അല്ലാത്തത്, ദാറ്റ് ഈസ് എവരി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യുണീക്ക്. ഓക്കെ, സോ ഇത് സോഷ്യൽ വർക്ക് അല്ല, സൈക്കോളജി അല്ല, സോഷ്യോളജി അല്ല, ഏത് ഡിസിപ്ലിൻ വന്ന ആൾക്കാണെങ്കിലും ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്രാസ് റിഫ്ലെക്സ് ഈസ് എ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ. അതായത് ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഏത് ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ ആണ്. ഓപ്ഷൻ എ ഈസ് ഏർലി ചൈൽഡ്ഹുഡ്, സെക്കൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ്, തേർഡ് അഡോളസെന്റ്, ഫോർത്ത് അഡൽട്ട്ഹുഡ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. എന്താ ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്? അതായത് ഒരു കുട്ടി ജനിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഫന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫന്റിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാ? അതായത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി സ്വന്തം കൈ ഇങ്ങനെ മടക്കി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൈയുടെ ഈ ഉള്ളിലോ അല്ലെങ്കിൽ കൈപ്പത്തിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിംഗേഴ്സിലോ ഒക്കെ എന്തെങ്കിലും ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ ഒക്കെ നമ്മൾ ടച്ച് ചെയ്യപ്പോൾ ആ കുട്ടി ഇങ്ങനെ കൈ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ മുറുക്കി പിടിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി, നമുക്കറിയാം നിങ്ങളുടെ കുട്ടി ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ആ കുട്ടിയുടെ കയ്യിലേക്ക് നമ്മളെ വേദകൾ കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി കൈ മുറുക്കി പിടിക്കും. സോ അപ്പൊ അത് എപ്പോഴായിരിക്കും ഉണ്ടാവുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ. അത് ഈ കുട്ടിയുടെ ഏജ് കൂടുന്ന അനുസരിച്ച് ഇത് കുറഞ്ഞ് വരാം. സോ അപ്പോ ഈ പറയുന്ന ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആണ്. സോ അപ്പോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏർലി ചൈൽഡ്ഹുഡിലാണ് എന്ത് പറയാ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ.
കമ്മ്യൂണിറ്റി അവയർനെസ് ക്രിയേഷൻ ഓൺ ദ ഇൽ എഫക്ട് ഓഫ് ഡ്രഗ്സ് ഇൻ എ റൂറൽ വില്ലേജീസ്. അതായത് ഒരു റൂറൽ വില്ലേജില് എന്ത് പറയാ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഡ്രഗ്സിന്റെ ഒക്കെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഇൽ എഫക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു അവയർനെസ് ക്രിയേഷൻ ചെയ്യുന്നതിനെ എന്തെന്ന് നമ്മൾ വിളിക്കും? ഓപ്ഷൻ എ ക്യൂരേറ്റീവ് ആക്ടിവിറ്റി. ക്യൂരേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെയുള്ള ഏതോ ഒരു അസുഖത്തിനെ നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ രോഗശമന പ്രവർത്തനം എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ക്യൂറേറ്റ് അല്ലെ, അവിടെ ഉള്ള എന്തോ സംഭവത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ ഇത് അവയർനെസ് ക്രിയേഷൻ അതല്ലല്ലോ, അപ്പൊ അത് അല്ല ആൻസർ. പിന്നെന്താ, പ്രിവെന്റീവ് ആക്ടിവിറ്റി. പ്രിവെന്റീവ് ആക്ടിവിറ്റി എന്താ, പ്രതിരോധ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മുൻകൂറായിട്ട് നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രിവെന്റീവ് ആക്ടിവിറ്റി അല്ലെ. ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഡ്രഗ് അബ്യൂസിന്റെ ഇൽ എഫക്റ്റിനെ കുറിച്ചിട്ട് ആ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ അവെയർ ആക്കുന്നു. സോ ദാറ്റ് ഈസ് എ പ്രിവെന്റീവ് ആക്ടിവിറ്റി. സോ അപ്പൊ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ്? പ്രിവെന്റീവ് ആക്ടിവിറ്റി ആണ്. പിന്നെന്താ, രണ്ട് ഓപ്ഷൻ കൂടെ നമ്മൾ നോക്കൂ. മൂന്നാമത്തത് റെമെഡിക്കൽ ആക്ടിവിറ്റി അല്ലെ. ദാറ്റ് ഈസ് നമ്മൾ അവിടെ എന്തോ ഉള്ള സംഭവത്തിന് പരിഹാര പ്രവർത്തനം. ഇത് പരിഹാരം അല്ല, പ്രിവെന്റീവ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ക്ലിയർ അല്ലേ? നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് അല്ലെങ്കിൽ ഇത് ഏതായിട്ടാണ് വരുന്നത്. പ്രിവെന്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് പലപ്പോഴും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അവരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് സെൻസിറ്റൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Among the following terms, which one is not directly referred to the component of social case work? അല്ലെ, അതായത് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ സോഷ്യൽ വർക്കിന്റെ അതായത് സോഷ്യൽ കേസ് വർക്കിന്റെ കോമ്പോണന്റ് അല്ലാത്തത് ഏതാണെന്ന്. വെരി സിമ്പിൾ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പൊ പ്രൈമറിയിൽ വരുന്നതാണ് കേസ് വർക്ക് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ. സോ അപ്പൊ എന്തു പറയാ, കേസ് വർക്കിന് കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. നമ്മൾ അതിനെ പൊതുവെ എന്തു പറയാ 4P എന്നാണ് പറയുന്നത്. 4 Pകൾ എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് കേസ് വർക്കിൽ എന്താ, ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം ആണ് അല്ലെ. സോ അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം അപ്പോ നമുക്ക് അയാളുടെ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത് അല്ലെ. സോ അപ്പൊ ഈ 4Ps എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നമുള്ള ഒരു പേഴ്സൺ വേണം അല്ലെ. അതായത് ഒരു വ്യക്തി അവിടെ ഉണ്ടാവണം നമുക്ക്, എന്നാലേ അയാളുടെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ വ്യക്തി മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ, അയാൾക്കൊരു പ്രോബ്ലം ഉണ്ടാവണം. അയാൾക്കൊരു പ്രോബ്ലം മാത്രം ഉണ്ടായാൽ മതിയോ? ഒരു വ്യക്തിയും അയാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എവിടെ ഇരുന്ന് നമ്മൾ അയാൾ ട്രീറ്റ് ചെയ്യും? സോ നമുക്കൊരു പ്ലേസ് വേണം. ഫൈനലി ഇറ്റ്സ് എ പ്രോസസ് അല്ലെ, അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ദിസ് ആർ ദ 4P എന്ന് നമ്മൾ അല്ലെങ്കിൽ പീസ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് സോഷ്യൽ കേസ് വർക്കിൽ പറയുന്നത്. അപ്പൊ നോക്കൂ, ഇത് ഏതാണ് കോമ്പോണന്റ് അല്ലാത്തതെന്ന്? ക്ലയന്റ് മീൻസ് എ പേഴ്സൺ അല്ലെ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി, ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ P അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലയന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞു അയാൾക്കൊരു പ്രോബ്ലം ഉണ്ടാവണം. പിന്നെ 3 പറഞ്ഞു അയാളൊരു പ്ലേസ് ഉണ്ടാവണം. സോ ആൻഡ് ഫോർത്ത് ഈസ് എ പെർസെപ്ഷൻ. പെർസെപ്ഷൻ ആണ് ഈ പറയുന്ന കോമ്പോണൻസ് അല്ലാത്തത്. ഓക്കെ, നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ക്ലയന്റ് എന്ന് പറയുന്നതിൽ P എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ പേഴ്സൺ പകരം അവരവിടെ ക്ലയന്റ് എന്ന് ഇട്ടു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോക്കുമ്പോ 3 എണ്ണത്തിൽ P ഉണ്ട്, 1 എണ്ണത്തിൽ ഇല്ല. ചിലപ്പോ നിങ്ങൾ ആൻസർ മാറി ചെയ്യാം. സോ അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? പെർസെപ്ഷൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചു, കേസ് വർക്കിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. അപ്പൊ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The social workers' obligation not to disclose information to anyone provided by the client is called. അതായത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ക്ലയന്റ്
നിങ്ങളോട് തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങൾ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാതെ സൂക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാതെ സൂക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് അക്സെപ്റ്റൻസ്. ഒരിക്കലും അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അയാള് അല്ലെങ്കിൽ ഈ പറയുന്ന അയാൾ തുറന്ന് പറയുന്നതിന് മുന്നേ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലെ. അയാളെ അംഗീകരിക്കുക അല്ല, നമ്മൾ വളരെ ആ ഇൻഫോർമേഷൻ ആരോടും പറയാതെ നോട്ട് ഡിസ്ക്ലോസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആരോടും പറയാതെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നതിന് അക്സെപ്റ്റൻസ് എന്നല്ല പറയുന്നത്. പ്രൈവസി, ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അയാളുടെ പ്രൈവസി കീപ്പ് ചെയ്തു എന്നും. ഒരിക്കലും സോഷ്യൽ വർക്കിൽ നമ്മൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു ടേം അല്ല ഉപയോഗിക്കുന്നത്. പിന്നെന്താ? കോൺഫിഡൻഷ്യാലിറ്റി. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാണ്. നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ രഹസ്യാത്മകമായി നിങ്ങൾ സൂക്ഷിക്കുകയാണ്. ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറയാം നോട്ട് ഡിസ്ക്ലോസ് ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നതിനെ എന്ത് സോഷ്യൽ വർക്കിന്റെ ടേമിൽ എന്ത് പറയും? ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ പ്രോബ്ലം? ഈ താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഈ പറയുന്ന എന്ത് പറയാ സോഷ്യൽ പ്രോബ്ലംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്? ഒന്ന്, ജനറലി റിഗാർഡഡ് ഹാംഫുൾ ഫോർ ദ സൊസൈറ്റി അല്ലെ. അതായത് ഈ പറയുന്ന പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ പ്രോബ്ലം, അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒന്നുണ്ട്, എന്താ സോഷ്യൽ പ്രോബ്ലം എന്ന് അല്ലെ. സോഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൊസൈറ്റിയെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നമ്മൾ എന്ത് പറയും? സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ജനറലി റിഗാർഡഡ് ഹാംഫുൾ ഫോർ ദ സൊസൈറ്റി. അത് സോഷ്യൽ പ്രോബ്ലംസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. അതായത് പൊതുവായിട്ട് ഈ സമൂഹത്തിന് ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റുകൾ ഇത് ഉണ്ടാക്കുന്നു. പിന്നെന്താ? ഇത് ഡെവലപ്സ് ഗ്രാജുവലി ആൻഡ് സ്ലോലി അല്ലെ. ഇത് വളരെ പതുക്കെ ഗ്രാജുവലിയും അല്ലെങ്കിൽ പതുക്കെ സ്ലോ ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആണോ? ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തെ എന്താ? ഇറ്റ് ഹാസ് എഫക്റ്റ് ഓൺ എ ലാർജ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലെ. അതായത് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ് അല്ലെ. എന്ന് വെച്ചാൽ എന്താ? ഒരു സോഷ്യൽ പ്രോബ്ലം അപ്പൊ 1-2 വ്യക്തികളെയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അതുകൊണ്ടാണ് ചൈൽഡ് അബ്യൂസ്, ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി, ഇതൊക്കെ ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നാലാമത്തെ നോക്കൂ. എ കണ്ടീഷൻ ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്. ഈ ഒരു സംഭവത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അനിവാര്യപാട് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഡൗറി ഡെത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ്, ഈ പറയുന്ന കറപ്ഷൻ, പല സാധ്യതകളും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് മൂന്നും ഇതിന്റെ ഒരു എന്ത് പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാ? ഡെവലപ്സ് ഗ്രാജുവലി ആൻഡ് സ്ലോലി. ഒരിക്കലും അല്ലല്ലോ. ഒരു സോഷ്യൽ പ്രോബ്ലം എന്താ? പെട്ടെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ സ്ലോ ഒന്നുമല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നു. എല്ലാ സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലായിടത്തും ഒരുപോലെ തന്നെ അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാകുന്നു. സോ അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസാക്ഷണൽ അനാലിസിസ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇൻട്രാപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ പ്രോസസ് ഹൂ ഡെവലപ്പ് ദിസ് തെറാപ്യൂട്ടിക് പ്രോസസ് അല്ലെ. അതായത് ഈ പറയുന്ന തെറാപ്യൂട്ടിക് പ്രോസസ്സ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പറയാ? എറിക് ബേൺ ആണ്
ഈ പറയുന്ന ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന എന്ത് പറയാ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തത് അല്ലെ. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലറ്റിക്കൽ തിയറിയിലൊക്കെ വളരെ ആകർഷണനായിട്ട് ആണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത് അല്ലെ. സോ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. വിച്ച് among the following is not a principle of community organization? താഴെ തന്നിരിക്കുന്നതിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇസ് എ പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ. സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ് ആണ് എന്ന് വെച്ചാൽ ഈ വ്യക്തികളുമായി നേരിട്ട് ഇടപഴകുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ നോൺ ഇൻഡിവിജ്വലൈസേഷൻ. ദാറ്റ്സ് എ റോങ് അല്ലെ. സോഷ്യൽ വർക്ക് കേസ് വർക്ക് ആയിക്കോട്ടെ ഗ്രൂപ്പ് വർക്ക് ആയിക്കോട്ടെ നമ്മൾ ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെ. അതായത് അവിടെ ഇൻഡിവിജ്വലൈസേഷൻ നടക്കുന്നു. നോൺ ഇൻഡിവിജ്വലൈസേഷൻ അല്ല, ഇൻഡിവിജ്വലൈസേഷൻ നടക്കുന്നു. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം കൊടുക്കുന്നു. പിന്നെന്താ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് അല്ലെ. ദാറ്റ്സ് റൈറ്റ് അല്ലെ. ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് അവർക്ക് എന്ത് വേണോ അതിനകത്ത് സംസാരിക്കാനും ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ വ്യക്തികളെയും പൊതുവായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കമന്റ്സുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന സജഷൻസ് ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെന്താ കമ്മ്യൂണിറ്റി സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെ. സോ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ സെൽഫ് ഡിറ്റർമിനേഷൻ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നു. സോ അപ്പോ ഇതിലെ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നോൺ ഇൻഡിവിജ്വലൈസേഷൻ ആണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലാത്തതായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സോഷ്യൽ വർക്കിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. എൻട്രിയുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ വേഗം ജോയിൻ ചെയ്യൂ. അതിൽ ഈ പറയുന്ന 100 ക്വസ്റ്റ്യന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് കയറുക, അതിൽ കാണുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.